ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ ഡെയിലി വ്ളോഗാണ് കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട് രണ്ടാളും നല്ല ഉറക്കമാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ ഞാനും വിചാരിച്ചു. എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഓൾറെഡി. അപ്പോഴേക്ക് ഇവർ എഴുന്നേറ്റ് ഇവരെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഭയങ്കര കളിയാണ്. കാണുമ്പോൾ വിചാരിക്കും എന്തൊരു നല്ല കുട്ടികളാണ്, എന്തൊരു ഒത്തൊരുമയിലാണ് പോണേന്ന്. പക്ഷേ ഇത്തിരി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുള്ളൂ കേട്ടോ. സംഗതി വഷളാവുമെന്ന് കാണുമ്പോൾ മിക്കവാറും ഞാൻ കിച്ചണിലെ പണികളൊക്കെ ഇട്ട് ഓടി വരുത്താണ് പതിവ്. വീട്ടിൽ നിൽക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും അവസ്ഥ, രണ്ടാളും ഒന്നിച്ചുണ്ടാകുമ്പോൾ. അപ്പോൾ ഉച്ചക്കേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഇത്തിരി ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള ഉള്ളി ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അപ്പുറത്ത് പോയിട്ട് അവരെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉള്ളിയായിട്ട് വേണം ഇടാൻ. അപ്പോഴേക്കും ഒരാൾ വരുന്നുണ്ട്. അവളെന്തോ ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റെപ്പാണോ? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇഷുക്ക് അംഗൻവാടിയില്ല, എന്തു പറ്റി? മഴയായോണ്ട് ലീവാ. ഇച്ചു അതുകൊണ്ട് ഹാപ്പിയാ അംഗൻവാടി ഇല്ലാത്തോണ്ട്? അല്ല, അംഗൻവാടി പോണോ? എന്തിനാ പോന്നെ? അവിടെ ആരൊക്കെ ഉള്ളത്? പിന്നെ നൂരി, ഞാന്, പിന്നെ ആദവി, പിന്നെ പുതിയ കുട്ടിയാ. പുതിയ കുട്ടിക്ക് പേരില്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ മോളുടെ കലാവിരുത്. അവൾ ABCD എഴുതി പഠിച്ചതാണ് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ കൗണ്ട് ചെയ്തതാ പോലും 1 2 3 ലൈൻസ് ഇട്ടിട്ട് എൻ്റെ മതിൽ മൊത്തത്തിൽ അവൾ നല്ല ചിത്രപ്പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂത്താൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൾ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു. ഒന്നും വരച്ചെടുത്തൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഇതൊക്കെ എപ്പോൾ ചെയ്യുന്നൊന്നും എനിക്ക് മനസ്സിലാവാത്തത്. ഞാനിവിടെ തന്നെ ഉണ്ട്, എന്നിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോഴും പോയി വരുമ്പോഴേക്കും ഉള്ളി ഇത്തിരി ഓവറായിട്ട് കുക്കായി പോയി. പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കണം. മിക്കവാറും എൻ്റെ ബിരിയാണി ചിലപ്പം വേറെ എന്തെങ്കിലും ആവുന്ന മാതിരി ഉണ്ട്. ഇനി ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ടു. അതിലാവശ്യത്തിലുള്ള വെള്ളമൊക്കെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഞാൻ അപ്പുറത്തോട്ട് പോകാൻ കേട്ടോ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ശേഷം ലിഡിട്ട് എടുത്തിട്ട് അതവിടെ വേവാൻ വെച്ചു. ഏറ്റവും നല്ല സിമ്പിളായിക്കോട്ടെ ഫ്ലെയിം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് അവരെല്ലാവരും കൂടി 2 പേർക്കും ജെല്ലി വേണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് അതും കൂടി ഉണ്ടാക്കി. പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചതിന് അത് സെറ്റാവാനുള്ള ടൈം പോലും ഉണ്ടാവില്ല. അതെടുത്ത് കുടിച്ച് കളയും ജെല്ലി ആവുന്ന മുന്നേ. അവിടെ 2 പേരും കാണിക്കാതെയാണ് അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അസ്സലാമു അലൈക്കും. ബൈ.